ഹലോ അസ്സലാമു അലൈക്കും. സൈലു ഫർസ് എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനത്തിലിരിക്കുക കേട്ടോ. ഞാൻ ഇന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനൊരു ചട്ടി വെച്ച് ചട്ടി ചൂടാക്കിയെടുത്തതിന് ശേഷം റവ വറുത്തെടുക്കുകയാണ്. വറുത്ത റവയാണ് മേടിച്ചത്, എന്നാലും ആ റവേനെ ഒന്ന് ചൂടാക്കിയെടുക്കുക, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് വറുത്തെടുത്തു. ഇനി ഒരു ചട്ടി വെച്ച് ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചു. എന്താണ് നമുക്ക് ആവശ്യം, നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിക്കുക, ഓയിലാണെങ്കിൽ ഓയിൽ ഒഴിക്കുക, വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ്, ബീൻസ്, പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ മല്ലിച്ചപ്പും ഇതും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടെടുക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കണം, കാരണം ഇതിലേക്ക് ഉപ്പ് പിടിക്കില്ലല്ലോ നമ്മളിത് ഇപ്പോൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ വേവിച്ചെടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ബീട്രൂട്ട് ഇടുന്നത് കൊണ്ടാണ് കേട്ടോ. കാരണം ബീട്രൂട്ട് വെള്ളത്തിലിട്ട് വേവിക്കുമ്പം ആ വെള്ളം ചുവപ്പ് കളറാവും. അപ്പോൾ അത് ചുവപ്പ് കളർ ആവാണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാലും നമ്മൾ പച്ചക്കറിയിലൊക്കെ ഒന്ന് പിടിക്കുമ്പം എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാവും. അപ്പോൾ നമുക്ക് അല്ല, ഞാൻ ഉപ്പുമാവൊക്കെ ചുവപ്പ് കളറാവും, അപ്പോൾ അതൊന്നും കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ കുട്ടികൾ പച്ചക്കറി കഴിക്കും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പച്ചക്കറി ഇടുമ്പോൾ അവർ കഴിക്കും കേട്ടോ. കോളിഫ്ലവർ ഇടാറുണ്ട്, ചെറുപയർ ഇടാറുണ്ട്, ഉലുവ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ. മാക്സിമം ഒരുപാട് സാധനങ്ങൾ ഞാൻ ഉപ്പുമാവിൽ ഉപയോഗിക്കും, നല്ല ടേസ്റ്റാട്ടോ. അപ്പം അതിനൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനൊരു പാത്രത്തിൽ കൊട്ടിയിട്ട് ആ പാത്രം തന്നെ, ആ ചട്ടി തന്നെ ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ അതായത് നല്ല ചൂടായതിന് ശേഷം കേട്ടോ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഉഴുന്ന്, കടുക് കേട്ടോ, ഉഴുന്ന് പൊട്ടിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ചെറുപയറും പൊട്ടിക്കും, പരിപ്പ് അതായത് കടലപ്പരിപ്പ് ഇതും പൊട്ടിക്കും. ചെറുപയറും കടലപ്പരിപ്പും എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഉലുവയും കടുകുമാണ് ഇപ്പം ഞാൻ പൊട്ടിച്ചിട്ടെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ചെറിയൊരു സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉണക്കമുളക് ഒക്കെ ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതൊന്ന് ഒന്ന് വഴന്ന് വരിക, ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വഴന്ന് വരട്ടെ. നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം പിന്നെ അതുമല്ല, ഇന്നൊന്നും നല്ലോണം കറക്കാൻ പാടില്ല, കറുത്ത് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കില്ല കേട്ടോ. പിന്നെ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് ഇടുകയാണെങ്കിൽ അത്രയും നല്ലത്, ഉഴുന്നും ചെറുപയറും, കാരണം ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ഇങ്ങനെയാണ്, വെറുതെ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പം ഇതൊക്കെ പിന്നെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള റവയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് വെച്ചാൽ അതിനാവശ്യമുള്ള വെള്ളം. അപ്പം ആ വെള്ളമൊക്കെ വരുന്നുണ്ട്. തിളച്ചതിന് ശേഷമാണ് നമ്മൾ റവ ഇടുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഉപ്പും അതിലോട്ട് നമ്മൾ പാകമാണോ ഇല്ല എന്നൊക്കെ നോക്കണം കേട്ടോ. കാരണം ഞാനതിൻ്റെ ഇടയിൽ ഞാനത് നോക്കി, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ തിളച്ച് വന്നപ്പം റവേനൊക്കെ അതിലിട്ടിട്ടുണ്ട്. ഒരു കയ്യിൽ ഫോണും ഇതൊക്കെ ആകുമ്പോൾ ഇളക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ശരിക്ക് ഇളക്കുന്നത് കാണിച്ചിട്ടില്ല. അപ്പം ഞാൻ അതിനൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ആ പച്ചക്കറി ഇതിലോട്ടിട്ടിട്ട് നല്ലോണം ഇളക്കി സെറ്റാക്കാം കേട്ടോ. കണ്ടോ, ഇപ്പം നമുക്ക് കാണാൻ കളർഫുള്ളൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ. പക്ഷേ നമ്മൾ ആ വെള്ളത്തിലാണ് ഈ പച്ചക്കറി ഇട്ട് വെച്ചാൽ, ഈ ബീട്രൂട്ട് ഇട്ട് വെച്ചാൽ ഒന്ന് കളറായിട്ട് കാണില്ലേ, ഇതൊക്കെ കളറായിട്ടിരിക്കും. അപ്പം നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കൽ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും വീഡിയോ കാണുക, കമൻറ്റ് ഇടുക ഒക്കെ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.